പെരുവന്താനം പഞ്ചായത്തിലെ 4ാം വാർഡായ അമലഗിരിയിൽ ജനവാസ മേഖലയ്ക്ക് സമീപം പ്രവർത്തിച്ചിരുന്ന അനധികൃത മാലിന്യ നിക്ഷേപ കേന്ദ്രം പഞ്ചായത്ത് അധികൃതർ ഇടപെട്ട് അടപ്പിച്ചു. ആലപ്പുഴ, കോട്ടയം, ചേർത്തല തുടങ്ങിയ മേഖലകളിലെ ഹോട്ടലുകളിൽ നിന്നുള്ള മാലിന്യങ്ങൾ ഉൾപ്പെടെ പകലും രാത്രിയിലുമായി ടോർസ് ലോറികളിൽ എത്തിച്ച് ഇവിടെ നിക്ഷേപിക്കുകയായിരുന്നു പതിവ്. സ്വകാര്യ വ്യക്തിയുടെ റബ്ബർ തോട്ടത്തിൽ JCB ഉപയോഗിച്ച് വലിയ കുഴികളെടുത്ത് അതിലാണ് മാലിന്യം തള്ളിയിരുന്നത്. കുഴികൾ മാലിന്യം കൊണ്ട് നിറഞ്ഞതോടെയാണ് ദുർഗന്ധം വമിച്ച് നാട്ടുകാർ വിവരമറിയുന്നത്. തുടർന്ന് ജനപ്രതിനിധികളും നാട്ടുകാരും ചേർന്ന് മാലിന്യവുമായി എത്തിയ ലോറി ഉൾപ്പെടെയുള്ള വാഹനങ്ങൾ തടയുകയായിരുന്നു. ഇവിടെ നിലവിൽ നിക്ഷേപിച്ചിരിക്കുന്ന മാലിന്യം തിരികെ ലോറിയിൽ തന്നെ കയറ്റി ശുചിത്വ മിഷനെ ഏൽപ്പിക്കുവാൻ നിർദ്ദേശം നൽകിയതായി പഞ്ചായത്ത് പ്രസിഡന്റ് KR വിജയൻ അറിയിച്ചു. മരുതിക്കൽ എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു വ്യക്തിയുടെ 32 ഏക്കർ സ്ഥലത്ത് കോട്ടയത്തുനിന്ന് മാലിന്യം കൊണ്ട് JCB വെച്ച് കുഴിച്ച് മാസങ്ങളായി ഈ മാലിന്യം ഇവിടെ നിക്ഷേപിക്കുകയാണ്. കാര്യം ഇന്നാണ് ജനങ്ങൾ ഇത് കണ്ടുപിടിക്കുകയും ഒരു ലോഡ് നാഷണൽ പെർമിറ്റിന് കൊണ്ടുവന്ന ഒരു ലോഡ് മാലിന്യം ഇവിടെ തടഞ്ഞു വെക്കുകയും ഞങ്ങൾ നിയമപരമായിട്ട് പോലീസിനെ അറിയിക്കുകയും പോലീസ് ഇവിടെ വന്ന് ഇത് തടഞ്ഞു വെക്കുകയും നാട്ടുകാർ വളരെ രോഷത്തിലാണ്. ഈ പ്രദേശത്ത് മണം കാരണം നിൽക്കാൻ പറ്റില്ല. ഇതിൻ്റെ ഭവിഷ്യത്ത് തൊട്ടടുത്ത 12ാം വാർഡ് പാലക്കാവിലെ ഒരു 1/2 കിലോമീറ്റർ പ്രദേശത്ത് താഴ്ന്നു കിടക്കുന്ന പ്രദേശത്ത് ഈ മാലിന്യം ഈ മഴക്കാലത്തൊഴുകി വെള്ളം മലിനീകരണമാവുകയും രോഗം പടർന്നു പിടിക്കാനുള്ള സാധ്യതയുള്ളതുകൊണ്ട് അധികാരികളുടെ മുമ്പിൽ എത്തിക്കുവാൻ വേണ്ടി ഇന്ന് ഈ ലോഡ് ഇവിടെ ആ ലോറി തടഞ്ഞു വെക്കുകയും വേറെ ബദൽ സംവിധാനത്തിൽ നിന്ന് വേറെ ലോറി പിടിച്ച് സെക്രട്ടറി വിവരം അറിയിക്കുകയും അപ്പോൾ സെക്രട്ടറി പറഞ്ഞു ഈ ലോറി ഇവിടെ തടഞ്ഞിട്ടേ വേസ്റ്റ് വേറെ വണ്ടിയെ കയറ്റി വിട്ട് അതിൻ്റെ പൈസ ഈ മാലിന്യം കൊണ്ടുവന്ന് ആര് കൊണ്ടുവന്നോ അവിടെ നിന്ന് ഈടാക്കാനായിട്ടുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കി. നിയമവിരുദ്ധമായി മാലിന്യ നിക്ഷേപ കേന്ദ്രം നടത്തിയവർക്കെതിരെ കനത്ത പിഴ ചുമത്തുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. സമീപ പ്രദേശങ്ങളായ പാലൂർക്കാവിലെ ജനവാസ മേഖലയിലേക്ക് ഈ മാലിന്യ കേന്ദ്രം വലിയ ഭീഷണിയായി മാറിയിരുന്നു. മഴ പെയ്യുമ്പോൾ ഇവിടെ നിന്നുള്ള മലിനജലം ഒലിച്ച് സമീപത്തെ ജലസ്രോതസ്സിൽ കലരാൻ വലിയ സാധ്യതയാണ് ഉണ്ടായിരുന്നത്. ഇത് മുൻകൂട്ടി കണ്ടാണ് അടിയന്തരമായി ഇടപെട്ട മാലിന്യ കേന്ദ്രം അടപ്പിച്ചതെന്ന് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മേരിക്കുട്ടി ബിനോയ് പറഞ്ഞു. ഇത് നിങ്ങൾ കണ്ടു കാണുമല്ലോ, പെരുവന്താനം പഞ്ചായത്ത് അമലഗിരി ഭാഗത്ത് അമലഗിരി വാർഡില് ഇതുപോലൊരു കുഴിയെടുത്ത് ചുഴുപ്പ് ഭാഗത്ത് ഇതുപോലൊരു കുഴിയെടുത്ത് ചേർത്തല ഭാഗത്തു നിന്നാന്ന് പറയുന്നു, ആനക്കല്ല് ഭാഗത്തു നിന്നാന്ന് പറയുന്നു, ലോറി കണക്കിന് ഫുഡ് വേസ്റ്റ് കൊണ്ടേ തള്ളുന്നൊരു ഭാഗമാണ് ഇത് കാണുന്നത്. അപ്പോൾ ഇന്ന് രാവിലെ എനിക്ക് ഒരു കൊച്ചു വിളിച്ചൊരു മെസ്സേജ് പറഞ്ഞു, ഇന്നപോലെ ഒരു പരാതിയുണ്ട് ചേച്ചി, പെട്ടെന്ന് വരണമെന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ വന്ന് നോക്കുമ്പോൾ കാണുന്നത് ഇതുപോലെ കുഴി കുത്തി ഇട്ടേക്കുന്ന വേസ്റ്റ് തള്ളിയിരിക്കുന്ന ഒരു സംഭവമാണ് കാണുന്നത്. ഇത് പെരുവന്താനം പഞ്ചായത്തിൻ്റെ പരിധിയിലായതുകൊണ്ട് വൈസ് പ്രസിഡന്റ് എന്ന നിലയിൽ ഇതിനകത്ത് ഇടപെടേണ്ട ഒരു ഗതികേട് എനിക്കും ഉണ്ടായി. പക്ഷേ ഇത് കർശനമായിട്ട് നിരോധിക്കാൻ തന്നെയാണ് ഞങ്ങളുടെ തീരുമാനം. പഞ്ചായത്ത് സെക്രട്ടറിയെ അറിയിച്ചുകൊണ്ട് ഇതൊരു ഫൈൻ അടിച്ച് തന്നെ കൊടുത്ത് ഇതിനെ എന്താണ് ചെയ്യേണ്ടതെന്നുള്ളത് കൂട്ടായിട്ട് ആലോചിക്കുന്നതാണ്. അതോടൊപ്പം ഇപ്പോൾ അവിടെ നിങ്ങൾക്ക് കാണാൻ കഴിയും, ഒരു ലോറി വന്ന് ഫുഡ് ബാക്കിയുള്ള വേസ്റ്റുകൾ തള്ളാൻ പാകത്തിനാണ് ഫുഡ് വേസ്റ്റുകൾ തള്ളാൻ പാകത്തിന് ഒരു ലോഡ് വന്ന് നിൽക്കുന്ന സമയത്താണ് ഞങ്ങളിത് വന്ന് കണ്ടിരിക്കുന്നത്. എന്തു തന്നെയാണെങ്കിലും ഇനി അത് ഇടാനും സമ്മതിക്കുകയില്ല. ഇതിന് വേണ്ട നിയമപരമായ നടപടികളുമായിട്ട് ഞങ്ങൾ മുന്നോട്ട് പോവുകയാണ്. പഞ്ചായത്ത് പ്രസിഡന്റ് KR വിജയൻ, വൈസ് പ്രസിഡന്റ് മേരിക്കുട്ടി ബിനോയ്, വാർഡ് മെമ്പർ സെബാസ്റ്റ്യൻ ജോസഫ്, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ജീവാമോൾ തുടങ്ങിയവരുടെ നേതൃത്വത്തിലാണ് നാട്ടുകാരും ചേർന്ന് മാലിന്യം തടയുകയും മാലിന്യ നിക്ഷേപ കേന്ദ്രം അടപ്പിക്കുകയും ചെയ്തത്. ഫെസ്റ്റു ന്യൂസ്, മുണ്ടക്കയം.